കെഎസ്ആർടിസി ജീവനക്കാർ ഇന്ന് അർദ്ധരാത്രി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. സമരം പിൻവലിക്കില്ല എന്ന് തൊഴിലാളി യൂണിയനുകൾ വ്യക്തമാക്കി. കെഎസ്ആർടിസി സമരത്തിനെതിരെ ഹൈക്കോടതി നിയമപരമായി പരിഹാരം തേടാമെന്നിരിക്കെ എന്തിനാണ് സമരമെന്നും കോടതി ചോദിച്ചു. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് വേണോ സമരമെന്നും കോടതി ചോദിച്ചു. അനുരഞ്ജന ചർച്ചയുടെ വിവരങ്ങൾ അറിയിക്കാനും സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകാൻ സാലിം മുഹമ്മദ് ചേരുന്നുണ്ട്. സാലിം മുഹമ്മദ്, തൊഴിലാളി യൂണിയനുകളുടെ സമരത്തിനെതിരെ ഏത് തരത്തിലായിരുന്നു ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചത്? ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വിശദാംശങ്ങൾ. കെഎസ്ആർടിസി ജീവനക്കാർ ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കാനിരിക്കുന്ന പണിമുടക്ക് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഉപഭോക്തൃ സംഘടന സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന സംഘടനയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അവരുടെ ആവശ്യം ഇന്ന് ആരംഭിക്കാനിരിക്കുന്ന പണിമുടക്ക് തടഞ്ഞ് ഉത്തരവാകണം എന്നുള്ളതായിരുന്നു. അതിൽ പ്രാഥമിക വാദമാണ് രാവിലെ കേട്ടത്. അപ്പോൾ ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്തിനാണ് ഇപ്പോൾ സമരം നടത്തുന്നത്? അനുരഞ്ജന ചർച്ചകൾ നടക്കുകയല്ലേ എന്ന് കോടതി ചോദിച്ചു. അനാവശ്യ സമരങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. നിയമപരമായി പരിഹാരം തേടാമെന്നിരിക്കെ സമരം എന്തിനാണ് ഇപ്പോൾ നടത്തുന്നത് എന്നാണ് കോടതിയുടെ ചോദ്യം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇത്തരം സമരങ്ങൾ. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടിയത്. യാത്രക്കാരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ അവകാശങ്ങൾ കൂടി കോടതികൾക്കൊക്കെ പരിഗണിക്കേണ്ടി വരും എന്നും കോടതി പറഞ്ഞു. ഏതായാലും പ്രാഥമികമായി ഇത്തരം പറഞ്ഞതിന് ശേഷം അനുരഞ്ജന ചർച്ച നടക്കുകയാണ് എന്ന വിവരം സർക്കാർ അഭിഭാഷകൻ കോടതി അറിയിച്ചു. അപ്പോൾ അനുരഞ്ജന ചർച്ചയുടെ വിശദാംശങ്ങൾ കോടതിയെ അറിയിക്കുക. ഏതായാലും ഉച്ചയ്ക്ക് 1:45 ഉച്ചയ്ക്ക് ശേഷം കോടതി കൂടുമ്പോൾ ഈ വിവരങ്ങൾ അറിയിക്കുക എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. പൊതുതാൽപര്യ ഹർജിയുമായാണ് ഈ സംഘടന കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഏതായാലും അനുരഞ്ജന ചർച്ച പരാജയപ്പെട്ട വിവരമാകും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സർക്കാർ കോടതിയെ അറിയിക്കാൻ പോവുക. അപ്പോൾ കോടതി എന്ത് നിലപാടാവും ഈ സമരത്തോട് സ്വീകരിക്കുക എന്നുള്ളത് നിർണായകമാവുകയും ചെയ്യും. വിശദാംശങ്ങൾ നൽകിയത് സാലിം മുഹമ്മദ്. കെഎസ്ആർടിസി ജീവനക്കാർ ഇന്ന് അർദ്ധരാത്രി മുതൽ അനിശ്ചിതകാല പണിമുടക്കിൽ. കെഎസ്ആർടിസി എംഡിയുമായി നടത്തിയ തൊഴിലാളി യൂണിയനുകൾ നടത്തിയ ചർച്ചയിൽ തീരുമാനമാകാത്തതിനെ തുടർന്നാണ് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് സംഘടനകൾ നീങ്ങുന്നത്. ഡ്യൂട്ടി പരിഷ്കരണം സംബന്ധിച്ച് ഗതാഗത സെക്രട്ടറി നൽകിയ ശുപാർശ നടപ്പിലാക്കുക, ശമ്പള പരിഷ്കരണ ചർച്ചകൾ ആരംഭിക്കുക, പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരെ തിരിച്ചെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അർദ്ധരാത്രി മുതൽ കെഎസ്ആർടിസി അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുന്നത്. പണിമുടക്ക് ഒഴിവാക്കാനായി സിഎംഡി ടോമിൻ ജെ തച്ചങ്കരി സംയുക്ത തൊഴിലാളി യൂണിയനുകളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണെന്നും എംപാനലുകാരെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ സർക്കാരിന് മാനേജ്മെന്റ് കത്ത് നൽകിയിട്ടുണ്ടെന്നും ഈ സാഹചര്യത്തിൽ പണിമുടക്ക് ഒഴിവാക്കണമെന്നും തച്ചങ്കരി ആവശ്യപ്പെട്ടു. തച്ചങ്കരിക്ക് സ്ഥാപനത്തെ തകർക്കാനുള്ള അജണ്ടയാണെന്നും ഗതാഗത സെക്രട്ടറി നൽകിയ റിപ്പോർട്ട് തച്ചങ്കരി മറച്ചുവെക്കുന്നതായും തൊഴിലാളി യൂണിയനുകൾ പ്രതികരിച്ചു. തൊഴിലാളികൾ സമവായത്തിന്റെ പാത കണ്ടെത്തണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. അനിശ്ചിതകാല പണിമുടക്ക് പോലുള്ള ഒരു വലിയ സമരം താങ്ങാനുള്ള ശേഷിയുള്ള ഒരു സ്ഥാപനമാണോ കെഎസ്ആർടിസി എന്ന് ഞങ്ങളെക്കാളേറെ ബോധ്യമുള്ളവരാണ് അവിടുത്തെ തൊഴിലാളികളും തൊഴിലാളി സംഘടനാ നേതാക്കന്മാരും. ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് സമരം ഒഴിവാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് യൂണിയൻ നേതാക്കന്മാർ ആലോചിക്കേണ്ടത്. ഗവൺമെന്റും അങ്ങനെ തന്നെയാണ് ആലോചിക്കുക. പണിമുടക്കുമായി മുന്നോട്ടു പോയാൽ എന്ത് ചെയ്യണം എന്നത് സർക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കാനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കെഎസ്ആർടിസിയുടെ അവസ്ഥ മനസ്സിലാക്കി തൊഴിലാളികൾ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. തൊഴിലാളികൾ സമവായത്തിന്റെ മാർഗം കണ്ടെത്തണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. അനിശ്ചിതകാല പണിമുടക്ക് പോലെയുള്ള വലിയ സമരം താങ്ങാൻ കെഎസ്ആർടിസിക്ക് ആകുമോ എന്ന് നേതാക്കൾ ചിന്തിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ശബരിമലയിൽ ദർശനത്തിനെത്തിയ യുവതികളെ നീലിമലയിൽ തടഞ്ഞു. വ്രതമെടുത്ത് ദർശനത്തിനെത്തിയതാണെന്ന് അറിയിച്ചിട്ടും യുവതികളെ നീലിമലയിൽ തടയുകയായിരുന്നു. രേഷ്മ നിഷാന്ത്, ഷാനില സജേഷ് എന്നിവരാണ് ദർശനത്തിനെത്തിയത്. പ്രതിഷേധവുമായി എത്തിയ ഒരു സംഘമാണ് ഇവരെ തടഞ്ഞത്. പ്രതിഷേധത്തെ തുടർന്ന് ഇവർ മല കയറാനാകാതെ മടങ്ങി. ചൊവ്വാഴ്ച പുലർച്ചെ 4:00-ഓടെയാണ് കണ്ണൂർ സ്വദേശികളായ 2 യുവതികൾ ശബരിമല ദർശനത്തിനായി പമ്പയിലെത്തിയത്. തുടർന്ന് മലചവിട്ടി മുന്നോട്ട് പോയ യുവതികളെ നീലിമലയിൽ പ്രതിഷേധക്കാർ തടയുകയായിരുന്നു. 2 യുവതികളടങ്ങിയ 9-അംഗ സംഘത്തെയാണ് പ്രതിഷേധക്കാർ തടഞ്ഞത്. ആദ്യം പിന്മാറാൻ തയ്യാറല്ലെന്ന് ഇവർ പോലീസിന് നിലപാട് അറിയിച്ചു. എന്നാൽ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു പ്രതിഷേധക്കാർ. കാര്യമറിയാതെ ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരും സ്ഥലത്ത് തമ്പടിച്ചു. പൂർണ്ണമായും വഴി തടഞ്ഞുള്ള പ്രതിഷേധത്തിൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോയ തീർത്ഥാടകരും സന്നിധാനത്ത് നിന്ന് ദർശനം കഴിഞ്ഞ് മടങ്ങിയ തീർത്ഥാടകരും കുരുക്കിൽപ്പെട്ടു. ഇത് നീലിമല ഭാഗത്ത് ഏറെ നേരം വലിയ തിരക്ക് സൃഷ്ടിച്ചു.
മറ്റ് തീർത്ഥാടകരുടെ സുഗമ ദർശനത്തിന് പ്രതിഷേധം തടസ്സം സൃഷ്ടിക്കാൻ തുടങ്ങിയതോടെ പോലീസ് യുവതികളുമായി സംസാരിക്കുകയും ഇവരെ പോലീസ് വാഹനത്തിൽ പമ്പയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ഈ സമയത്ത് പോലീസിന് നേരെയും മാധ്യമ പ്രവർത്തകർക്ക് നേരെയും കല്ലേറുണ്ടായി. തുടർന്ന് അക്രമങ്ങളിൽ പങ്കെടുത്ത 7 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ജാമ്യത്തിൽ വിട്ടു. നേരത്തെയും രേഷ്മ നിശാന്ത് ശബരിമല ദർശനത്തിനായി എത്തിയിരുന്നു. അന്നും പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങുകയായിരുന്നു. ശബരിമല അടയ്ക്കാൻ 3 നാൾ ശേഷിക്കെ വ്രതാനുഷ്ഠാനമായി ശബരിമലത്തെ യുവതി തടഞ്ഞുകൊണ്ട് സംഘപരിവാർ വീണ്ടും കലാപത്തിന് ശബരിമലയിൽ കോപ്പുകൂട്ടുകയാണ്. എന്നാൽ ഈ കലാപനീക്കത്തെ മുളയെന്നുള്ളതാണ് പോലീസിനായി. പമ്പയിൽ നിന്നും ക്യാമറാമാൻ പി സലീമിനൊപ്പം VS അഭിരാം. വ്രതമെടുത്ത് ദർശനത്തിനെത്തുന്നത് ആരായാലും അവരെ തടയുന്നത് അനീതിയെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി. അക്രമികൾ സ്വയം പിന്തിരിയാൻ തയ്യാറാകണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പോലീസ് ശബരിമലയിൽ പുലർത്തുന്നത് തികഞ്ഞ സംയമനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ ശബരിമലയിൽ പാടില്ല. അവിടെ വ്രതശുദ്ധിയോടുകൂടി ശബരിമല സന്നിധാനത്ത് അയ്യപ്പനെ തൊഴാൻ വരുന്ന ഭക്തജനങ്ങളെ തടയുന്നത് അന്യായമാണ്, അനീതിയാണ്. ഒരു കാരണവശാലും അത് ശരിയല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പോലീസ് അവിടെ വളരെ വളരെ ആത്മസംയമനം പാലിക്കുകയും ശബരിമല സന്നിധാനത്തിൻ്റെ പവിത്രത സൂക്ഷിക്കണമെന്നുള്ള നിലയിൽ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. അവിടെ ഒരു കലാപമുണ്ടാക്കാനോ പ്രശ്നമുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നതായിട്ടുള്ള അക്രമി സംഘങ്ങൾക്ക് പേക്കൂത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുന്നതിന് പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിശ്ചയമായിട്ടും അക്രമത്തിന് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടി എത്തുന്നതായിട്ടുള്ള ആളുകളാണ് തിരുത്തേണ്ടത്. അവിടെ സ്ത്രീകൾ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ശ്രദ്ധയിൽപ്പെടാതെ എത്രയോ പേർ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവര് 7-8 പേരടങ്ങുന്ന സംഘമാണെന്നാണ് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ അക്രമികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ഈ അക്രമത്തിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വേണ്ടത്. യുവതികളെ ശബരിമല അരവണ കൌണ്ടറിലും കൊപ്രാക്കളത്തിലും ഒളിപ്പിച്ചിരിക്കുന്നുവെന്ന് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്ത ശുദ്ധ അസംബന്ധമെന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇന്ന് സന്നിധാനത്ത് യുവതികൾ എത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ ഇന്ന് യുവതികൾ എത്തിയതായിട്ട് ചില ചാനലുകളിൽ വാർത്ത വന്നത് ഇവിടെ വന്നതായി ദേവസ്വത്തിൻ്റെ ചുമതല ഏർപ്പെട്ടിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന നിലയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയോ മറ്റ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പുകൾ ലഭ്യമാവുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഒരു ചാനലിൽ നമ്മുടെ അരവണ പ്ലാന്റിൽ ഇങ്ങനെ യുവതികളെ സംരക്ഷിക്കുന്നതായി ഒരു വാർത്ത വന്നു. അത് തികച്ചും തെറ്റായ ഒരു വാർത്തയാണ്. അത്തരത്തിലൊരു വാർത്ത ഈ ശബരിമലയെ സംബന്ധിച്ച് നമ്മൾ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന ആ വാർത്ത അത്തരത്തിൽ ആ ചാനൽ പുറത്തുവിട്ടത് ഒഴിവാക്കേണ്ട ഒരു സംഗതി തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അങ്ങനെയുള്ള ആരും തന്നെ ഇവിടെ നമ്മുടെ സംരക്ഷണയിലോ കൊപ്രാക്കളത്തിലോ ഉള്ളതായി എൻ്റെ ശ്രദ്ധയിലോ ആരും പറഞ്ഞുള്ള അറിവിലോ ഇല്ലാത്തതാണ്. അത് ഈ ചാനൽ മുഖേനയാണ് എനിക്ക് അറിവ് ലഭിച്ചിട്ടുള്ളത്. അരവണ പ്ലാന്റിൽ പൂർണ്ണമായി എൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട മേഖലയാണ്. ആ മേഖലയിൽ അത് സ്ത്രീ എന്നുള്ളത് മാത്രമല്ല, എന്ത് സംഭവിച്ചാലും ആ നിമിഷം തന്നെ എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അത് ഞാൻ പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് ഈ വിവരം നൽകുന്നത്. കർണാടകയിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു. കോൺഗ്രസും BJPയും MLA-മാരെ പാർപ്പിച്ചിരിക്കുന്ന രഹസ്യ സങ്കേതങ്ങളിൽ സുരക്ഷ ശക്തമാക്കി. 5 കോൺഗ്രസ് MLA-മാർ താമസിക്കുന്ന മുംബൈയിലെ ഹോട്ടലിൽ കർണാടക പോലീസ് പരിശോധന നടത്തിയേക്കും. കർണാടക, മുംബൈ, ദില്ലി എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് JDS കോൺഗ്രസ് സഖ്യ സർക്കാരിനെതിരായ നീക്കങ്ങൾ സജീവമായിരിക്കുന്നത്. സ്വന്തം MLA-മാർ മറികണ്ഠം ചാടാതിരിക്കാൻ BJP 2 ദിവസം മുമ്പ് മുഴുവൻ പേരെയും ദില്ലി ഹരിയാന അതിർത്തിയിലെ ഗുരുഗ്രാമിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എത്തിച്ചിരുന്നു. ഹോട്ടലിന് ചുറ്റും ഇന്നലെ അർദ്ധരാത്രി മുതൽ സുരക്ഷ ശക്തമാക്കി. കർണാടകയിലെ വിവിധ സങ്കേതങ്ങളിലാണ് കോൺഗ്രസ് JDS MLA-മാർ ഉള്ളത്. മുംബൈയിൽ കോൺഗ്രസിന്റെ 5 വിമത MLA-മാർ BJP നേതാക്കൾക്കൊപ്പമുണ്ട്. ഇത് കോൺഗ്രസിന്റെ ആശങ്ക കൂട്ടുന്നു. ഇവർ താമസിക്കുന്ന ഹോട്ടലിൽ കർണാടക പോലീസ് പരിശോധന നടത്തിയേക്കും. മഹാരാഷ്ട്ര പോലീസിന്റെ സഹായത്തോടെ ഇത് തടയാനാണ് നീക്കം. ഹോട്ടലിലും സുരക്ഷ വർദ്ധിപ്പിച്ചു. അതേസമയം ഇപ്പോൾ നടക്കുന്ന കുതിരക്കച്ചവടത്തിൽ ആശങ്കയില്ലെന്നാണ് മുഖ്യമന്ത്രി കുമാരസ്വാമിയുടെ നിലപാട്. BJP MLA-മാരെ കുറുമാറ്റിക്കാനും ശ്രമം സജീവമായിട്ടുണ്ട്. 2 സ്വതന്ത്ര MLA-മാർ ഇന്നലെയാണ് കർണാടക സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.
രാജസ്ഥാൻ ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ സുപ്രീംകോടതിയിലേക്ക് ഉയർത്താനുള്ള തീരുമാനം കൊളീജിയം മാറ്റിയതിനെതിരെ സുപ്രീംകോടതി ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌൾ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് കത്തയച്ചു. ജസ്റ്റിസ് സഞ്ജയ് ഖന്നയുടെ സീനിയോറിറ്റി മറികടന്നാണ് സുപ്രീംകോടതിയിലേക്ക് കൊളീജിയം ശുപാർശ ഉണ്ടായതെന്നും വിമർശനം. കൊളീജിയം തീരുമാനത്തിനെതിരെ മുൻ ചീഫ് ജസ്റ്റിസ് RM ലോധയും മുൻ ജസ്റ്റിസ് ജെ ചെലമേശ്വറും രംഗത്ത് വന്നു. ഡിസംബർ 12 ചേർന്ന കൊളീജിയം യോഗം രാജസ്ഥാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പ്രദീപ് നന്ദ്രജോഗ്, ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ എന്നിവരെ സുപ്രീം കോടതി ജസ്റ്റിസുമാരെ ഉയർത്താൻ തത്വത്തിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ ജനുവരി 5, 6 തീയതികളിൽ ചേർന്ന കൊളീജിയം ഈ തീരുമാനം മാറ്റി. പകരം കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി, ദില്ലി ഹൈക്കോടതി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നിവരെ സുപ്രീം കോടതി ജസ്റ്റിസുമാരെ ഉയർത്താൻ ശുപാർശ ചെയ്തു. ഈ തീരുമാനത്തിനെതിരെയാണ് സുപ്രീം കോടതി ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌൾ രംഗത്ത് വന്നിരിക്കുന്നത്. കൊളീജിയത്തിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കത്തയച്ചു. 2013 പുറപ്പെടുവിച്ച ഒരു വിധിയിൽ വരുത്തിയ പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് പ്രദീപ് നന്ദ്രജോഗിന്റെ സ്ഥാനക്കയറ്റം കൊളീജിയം പുനഃപരിശോധിച്ചതെന്നാണ് സൂചന. ഡിസംബർ അവസാനം ജസ്റ്റിസ് മദൻ പി ലോക്കൂർ വിരമിച്ചതിനെ തുടർന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര കൊളീജിയത്തിൽ പുതുതായി എത്തിയിരുന്നു. അതേസമയം കൊളീജിയം തീരുമാനത്തിനെതിരെ മുൻ ചീഫ് ജസ്റ്റിസ് RM ലോധയും മുൻ ജസ്റ്റിസ് ജെ ചെലമേശ്വരും രംഗത്ത് വന്നു. രാജസ്ഥാൻ ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ സുപ്രീം കോടതിക്ക് ഉയർത്താനുള്ള തീരുമാനം കൊളീജിയം മാറ്റിയത് ഞെട്ടിച്ചുവെന്ന് മുൻ ചീഫ് ജസ്റ്റിസ് RM ലോധ പറഞ്ഞു. കൊളീജിയം വ്യവസ്ഥയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് മുൻ ജസ്റ്റിസ് ജെ ചെലമേശ്വർ വ്യക്തമാക്കി. മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ കാലത്തുണ്ടായിരുന്ന വിവാദങ്ങൾ രഞ്ജൻ ഗൊഗോയുടെ കാലത്തും തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രധാനമന്ത്രിയുടെ പരിപാടിയിലുണ്ടായ പ്രോട്ടോകോൾ ലംഘനത്തിൽ ശക്തമായ പ്രതിഷേധമെന്ന് ചെന്നിത്തല. കേരളത്തെ വഞ്ചിച്ച മോദി കഴിവുണ്ടെങ്കിൽ കേരളത്തിൽ മത്സരിക്കണമെന്ന് വെല്ലുവിളിക്കുന്നതായും ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൽ മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും ആവർത്തിക്കുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ കേരള സന്ദർശനം ഒരു വൻ പരാജയമായിരുന്നു. നരേന്ദ്രമോദി എന്തിനാണ് അവിടെ വന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. നരേന്ദ്രമോദിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിൽ വന്ന് മത്സരിക്കട്ടല്ലേ അദ്ദേഹം? കേരളത്തിൽ മത്സരിക്കാൻ അദ്ദേഹം തയ്യാറാവട്ടെ. ഈ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കാൻ നരേന്ദ്രമോദിക്കും RSSനും BJPക്കും കഴിഞ്ഞിട്ടുള്ളൂ. ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ BJPയെയും RSSനെയും വിശ്വസിക്കാത്തത്. കേരളം കേരളമാണ്. കേരളത്തിലെ പുരോഗമന വിശ്വാസികളും മതേതര വിശ്വാസികളുമായ ജനങ്ങൾ ഒരു കാരണവശാലും RSSനും BJPക്കും അവിടെ വളരാനുള്ള അവസരം കൊടുക്കില്ല. സെക്രട്ടേറിയറ്റിന് മുൻപിലെ സമരത്തിന്റെ രീതി മാറുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള. തുടർ സമരത്തെക്കുറിച്ച് ആലോചിച്ച ശേഷം പാർട്ടി തീരുമാനിക്കും. ബൈപ്പാസ് ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്നത് ട്രെയിനിൽ കയറിയ കുമ്മനത്തിന്റെ അവസ്ഥ ആകാതിരിക്കാനെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയെ അസ്വസ്ഥനാക്കിയ തരത്തിൽ ഇന്നലെ പ്രവർത്തകർ പെരുമാറിയത് ശരിയായില്ലെന്നും കൂകി വിളിച്ച ആരെയും BJP ന്യായീകരിക്കില്ല എന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. സമരം അതിനെപ്പറ്റി തീരുമാനിക്കും. സമരം അതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കും. ആ തീരുമാനം അടുത്ത് തന്നെ ഉണ്ടാകും. പാർട്ടിയുടെ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അല്ല, അതാണല്ലേ ഞാൻ പറഞ്ഞത്. അത് സമരം എപ്പോഴും അനശ്യൂതമായിട്ടുള്ള ഒന്നാണ്. അപ്പം ആ സമരമാർഗത്തിന് ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. സമരമായും BJP മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ സെക്രട്ടേറിയറ്റ് നടക്കലെ സമരം വേണോ വേണ്ടയോ ആ കാര്യങ്ങളെക്കുറിച്ച് പാർട്ടി ആലോചിക്കും. CBI ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവുവിനെതിരായ പൊതുതാൽപര്യ ഹർജി സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിച്ചേക്കും. നാഗേശ്വർ റാവുവിന്റെ നിയമനം ചോദ്യം ചെയ്ത സന്നദ്ധ സംഘടനയായ കോമൺ കോസാണ് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത്. വെള്ളിയാഴ്ച ഹർജി കേൾക്കണമെന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെ അഭ്യർത്ഥിച്ചു. എന്നാൽ തിങ്കളാഴ്ച കേൾക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഇടക്കാല ഡയറക്ടറെ നിയമിക്കേണ്ടത് പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയാണ്. എന്നാൽ നാഗേശ്വർ റാവുവിനെ നിയമിച്ചത് അങ്ങനെയല്ലാത്തതിനാൽ നിയമനം റദ്ദാക്കണമെന്നാണ് കോമൺ കോസിന്റെ വാദം. സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ സംസ്കാരം ഇന്ന് തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ. മൃതദേഹം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം കലാഭവൻ തിയേറ്ററിലെത്തിച്ചു. വിശദാംശങ്ങൾ നൽകാൻ ജീവൻ കുമാർ ചേരുകയാണ്. ജീവൻ, തങ്ങളുടെ പ്രിയപ്പെട്ട സംവിധായകന്റെ ഭൗതിക ശരീരം ഒരിക്കൽ കൂടി കാണാനെത്തുന്നവരുടെ തിരക്ക് എത്രത്തോളമാണ്? വിശദാംശങ്ങൾ. ക്രിസ്ത്യൻ
പ്രിയങ്കരനായ മലയാളത്തിന്റെ പ്രിയങ്കരനായ സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ മൃതദേഹം ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകളാണ് പ്രിയപ്പെട്ട സംവിധായകനെ ഉരുനോക്ക് കാണാനായി ഇപ്പോൾ കലാഭവൻ തിയേറ്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖലകളിൽ ഒന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കലാഭവൻ തിയേറ്ററിലാണ് ഇപ്പോൾ ഈ മൃതദേഹം കിടത്തിയിരിക്കുന്നത്. ഇവിടെയാണ് പ്രധാനപ്പെട്ടവർ എല്ലാം എത്തി അന്തിമോപചാരം അർപ്പിച്ചത്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കടകംപള്ളി സുരേന്ദ്രൻ, CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി എന്നിവർ ഇന്നലെ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇന്ന് മന്ത്രി KK ശൈലജ, TP രാമകൃഷ്ണൻ, AK ബാലൻ, C രവീന്ദ്രനാഥ്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ മന്ത്രി KC ജോസഫ്, മുൻ KPC അധ്യക്ഷൻ VM സുധീരൻ, സുരേഷ് ഗോപി MP, P സോമപ്രസാദ്, കൊടിക്കുന്നിൽ സുരേഷ്, VD സതീശൻ, VS സുനിൽകുമാർ, C ദിവാകരൻ, മുല്ലക്കര രത്നാകരൻ, പ്രമുഖ ചലച്ചിത്ര സംവിധായകനായ കമൽ, TV ചന്ദ്രൻ, നെടുമുടി വേണു, അലൻസിയർ, V മധുസൂദനൻ നായർ, സുധീർ കരമന, KS ശബരിനാഥൻ, M വിൻസെന്റ് MLA, MR ഗോപകുമാർ, P ശ്രീകുമാർ, TP മാധവൻ, മണിയമ്പിള്ള രാജു, മേനക, ഉത്തര ഉണ്ണി, മേയർ VK പ്രശാന്ത്, രാജ്ഭവൻ ഉണ്ണിത്താൻ, KP രാജേന്ദ്രൻ, N ശക്തൻ, M വിജയകുമാർ, പിരപ്പൻകോട് മുരളി, DGP A ഹേമചന്ദ്രൻ, KJ തോമസ്, പ്രേംകുമാർ അടക്കമുള്ള നിരവധി പ്രമുഖരാണ് ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. അരമണിക്കൂറിനകം അദ്ദേഹത്തിന്റെ മൃതദേഹം തൈക്കാട് ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും സംസ്കാരം ഉണ്ടാവുക. വിശദാംശങ്ങൾ നൽകിയത് ജീവൻകുമാറാണ്. തിരികെ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ലെനിൻ രാജേന്ദ്രൻ ഓർമ്മയാകുമ്പോൾ കയ്യൂരിന് നഷ്ടമാകുന്നത് ഈ നാടിന്റെ പോരാട്ട ചരിത്രം അഭ്രപാളികളിലേക്ക് പകർത്തിയ പ്രിയ സംവിധായകനെ കൂടിയാണ്. വിഖ്യാത സംവിധായകൻ മൃണാൾ സെന്നും ജോൺ എബ്രാഹവും ആഗ്രഹിച്ച ഈ സിനിമ യാഥാർത്ഥ്യമാക്കാൻ അവസരം ലഭിച്ചത് ലെനിൻ രാജേന്ദ്രനാണ്. മീനമാസത്തിലെ സൂര്യനിലൂടെ കയ്യൂരിന്റെ സമരഗാഥയുടെ ദൃശ്യാവിഷ്കാരം ലെനിൻ പുതിയ തലമുറയ്ക്ക് കൈമാറി. അനുഗ്രഹീത സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ ശ്രദ്ധേയമായ സിനിമകളിലൊന്നാണ് മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ, രക്തസാക്ഷികളായ അപ്പു, ചിരികൊണ്ടൻ, അബൂബക്കർ, കുഞ്ഞമ്പു നായർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ മീനമാസത്തിലെ സൂര്യൻ സാമ്രാജ്യത്വത്തിനും ജന്മി നാടുവാഴിത്തത്തിനുമെതിരെയുള്ള ജനങ്ങളുടെ ചെറുത്തുനിൽപ്പിന്റെ കഥ കൂടിയാണ്. ബാലൻ K നായർ, മുരളി, വേണു നാഗവള്ളി, നടി സൂര്യ തുടങ്ങിയവർ മീനമാസത്തിലെ സൂര്യനിലെ പ്രധാന അഭിനേതാക്കളായിരുന്നു. 1985-86 കാലത്തായിരുന്നു കയ്യൂരിൽ മീനമാസത്തിലെ സൂര്യൻ ചിത്രീകരിച്ചത്. ചരിത്രത്തോട് നീതി പുലർത്തിയ ഈ സിനിമയുടെ ചിത്രീകരണത്തിന് കയ്യൂർ ജനതയൊന്നാകെ പിന്തുണച്ചു. നിരവധി നാട്ടുകാർ കഥാപാത്രങ്ങളായി. കലാമൂല്യം ചോർന്നുപോകാതെ കയ്യൂരിന്റെ സമരചരിത്രം അഭ്രപാളികളിലേക്ക് പകർത്താൻ സാധിച്ചുവെന്നതാണ് ലെനിൻ രാജേന്ദ്രൻ കാണിച്ച മികവ്. കയ്യൂരിനെക്കുറിച്ച് സിനിമ നിർമ്മിക്കാൻ വിഖ്യാത ചലച്ചിത്രകാരൻ മൃണാൾ സെൻ കയ്യൂരിലെത്തിയെങ്കിലും യാഥാർത്ഥ്യമായില്ല. ജോൺ എബ്രഹാമിന്റെ ശ്രമം തിരക്കഥയിലൊതുങ്ങി. ലെനിൻ രാജേന്ദ്രൻ സിനിമ യാഥാർത്ഥ്യമാക്കി. സണ്ണി ജോസഫ്, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഫെബ്രുവരി 20 മുൻപ് UDF സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ദില്ലിയിൽ ഹൈക്കമാൻഡ് നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുല്ലപ്പള്ളി. സംഘടനാ ചുമതലയുള്ളവർ മത്സരിക്കണമോ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 20 സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശവും ആ രൂപത്തിൽ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എടുക്കുന്ന സമീപനം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ മുഖം നോക്കിയായിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുക. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, ഒരു നിയോജകമണ്ഡലത്തിൽ വിജയസാധ്യത തെളിഞ്ഞ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി മാത്രമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിട്ട് രംഗത്ത് വരിക. അഗസ്റ്റ് മറ്റൊരു വാർത്തയിലേക്ക്. 2019 ഇടക്കാല പൊതു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ആയിരിക്കില്ലെന്ന സൂചന. അമേരിക്കയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി പോയ ജെയ്റ്റ്ലി ബഡ്ജറ്റിന് മുൻപ് തിരികെ എത്തില്ല. പകരം ആര് ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് സമ്മേളനം ഈ മാസം 29 ആരംഭിക്കും. ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിക്കും. എന്നാൽ അർബുദബാധിതനായ ധനമന്ത്രി ഇപ്പോൾ ന്യൂയോർക്കിൽ ചികിത്സയിലാണ്. ഫെബ്രുവരി 1 ബഡ്ജറ്റ് അവതരണത്തിനായി മുൻപേ ധനമന്ത്രി തിരിച്ചെത്താനുള്ള സാധ്യത കുറവാണ്. വിദഗ്ധ ചികിത്സയുടെ ഭാഗമായി ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നാണ് മെഡിക്കൽ സംഘത്തിന്റെ വിലയിരുത്തൽ. വൃക്ക സംബന്ധമായ അസുഖങ്ങളുള്ളതിനാൽ ശസ്ത്രക്രിയ നടത്തുന്നത് സങ്കീർണമാണ്. അതുകൊണ്ട് തീരുമാനമെടുക്കാൻ മെഡിക്കൽ സംഘത്തിന് കൂടുതൽ സമയം വേണ്ടിവരുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. അരുൺ ജെയ്റ്റ്ലി അസുഖബാധിതനായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ധനമന്ത്രാലയത്തിന്റെ ചുമതല റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലിന് നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് വർഷത്തിലെ ബജറ്റിൽ നിരവധി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ.
എന്നാൽ ബജറ്റ് ആരവതരിപ്പിക്കുമെന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. അഗസ്ത്യാർകൂട് ട്രക്കിങ്ങിനായി പുറപ്പെട്ട വനിത ഉൾപ്പെടുന്ന ആദ്യ സംഘം ഇന്ന് ബോണക്കാട് തിരിച്ചെത്തും. കഴിഞ്ഞ ദിവസം രാവിലെ 11:10ഓടെയാണ് സംഘം അഗസ്ത്യാർകൂട് മലയ്ക്ക് മുകളിലെത്തിയത്. അതീവ ദുഷ്കരമായ പാതയിലൂടെയായിരുന്നു യാത്രയെന്ന് ചരിത്രം സൃഷ്ടിച്ച വനിത ധന്യ സനൽ പറഞ്ഞു. ഈ മാസം 14-ന് രാവിലെ 9:30ഓടെയാണ് ചരിത്രത്തിലിടം നേടുന്ന അഗസ്ത്യാർകൂട് ട്രക്കിങ്ങിന് തുടക്കമായത്. 13 കിലോമീറ്റർ സഞ്ചരിച്ച് ബേസ് ക്യാമ്പായ അതിരുമലയിൽ 3 മണിയോടെയാണ് വനിതയുൾപ്പെടുന്ന ആദ്യ സംഘം എത്തിയത്. തുടർന്ന് രണ്ടാം ദിനത്തിൽ രാവിലെ 7:30ഓടെ യാത്ര പുനരാരംഭിച്ച് 11:10ഓടെ അഗസ്ത്യാർകൂട് മലയ്ക്ക് മുകളിലെത്തി. അതീവ ദുഷ്കരമായ പാതയിലൂടെയായിരുന്നു യാത്രയെന്ന് ചരിത്രം സൃഷ്ടിച്ച പ്രതിരോധ സേനയുടെ ദക്ഷിണേന്ത്യൻ വക്താവ് കൂടിയായ ധന്യ സനൽ പറഞ്ഞു. നല്ല ടഫ് ടെറൈനാണ്. നമ്മൾ സാധാരണ ചെറിയ ചെറിയ ട്രക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും അഗസ്ത്യാർകൂടം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഡെസ്റ്റിനേഷൻ ആയിരിക്കും സ്ത്രീകൾക്ക്. സേതുലക്ഷ്മി, പ്രഭ എന്നീ ബീറ്റ് ഓഫീസർമാരും ധന്യക്കൊപ്പമുണ്ടായിരുന്നു. ഇതാദ്യമായാണ് സ്ത്രീകൾ അഗസ്ത്യാർകൂട് ട്രക്കിംഗ് നടത്തുന്നത്. അഗസ്ത്യാർകൂട് മലയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ അതിരുമലയിലെത്തി വിശ്രമിച്ച സംഘം ഇന്ന് ഉച്ചയോടെ ബോണക്കാട് പിക്കപ്പ് സ്റ്റേഷനിലെത്തും. ഇതോടെ കൂടുതൽ സ്ത്രീകൾ ട്രക്കിങ്ങിനായി എത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.